ചെമ്പനീർപ്പൂ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സച്ചിയുടെ അച്ഛൻ രേവതിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. രേവതിയുടെ അമ്മ പറയുകയാണ്, എൻ്റെ മോനെ തല്ലി ഈ പരുവത്തിലാക്കി, ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും? രേവതിയുടെ കാര്യത്തിലും എനിക്കിപ്പോൾ പേടിയുണ്ട്. ശരത്തിനോട് കാണിച്ചതുപോലെ അവൻ രേവതിയോടും കാണിക്കോ എന്ന്. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്ന് രേവതിയുടെ അമ്മ പറയുകയാണ്. അച്ഛൻ പറയുന്നുണ്ട്, ആ പേടി വേണ്ട ലക്ഷ്മി. രേവതി മോളെ അവനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. രേവതിയെ അവൻ ഒരിക്കലും നോക്കില്ല. രേവതിയുടെ അമ്മ പറയുകയാണ്, അവൻ്റെ സ്വഭാവം ഏത് നിമിഷവും മാറും. ഇങ്ങനെ ഒരുവൻ്റെ കൂടെ എങ്ങനെ ഒരു പെണ്ണ് ജീവിക്കും? സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വീണ്ടും പറയുക ലക്ഷ്മി, ഒരു തെറ്റും കാണാതെ അവൻ സച്ചി ആരെയും അടിക്കില്ല. സച്ചിയുടെ അച്ഛൻ പറയുകയാണ്, സ്നേഹിക്കുന്നവർക്ക് അവൻ അവൻ്റെ ജീവൻ കൊടുക്കും. രേവതിയെ അവൻ അവൻ്റെ എല്ലാമായിട്ടാണ് കാണുന്നത്. ഒരിക്കലും വേദനിപ്പിക്കില്ല. ഇതിൽ കൂടുതൽ എന്ത് പറയണം എന്നെനിക്കറിയില്ല. എന്നാൽ ഞാൻ വരട്ടെ. സച്ചിയുടെ അച്ഛൻ പറയുകയാണ് ശരത്തിൻ്റെ അടുത്ത്, ശരത്തെ ശരീരം ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണം മരുന്നും സമയത്ത് തന്നെ കഴിക്കണം. ആർക്കും ടെൻഷനൊന്നും വേണ്ട. എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. രേവതി പറയുകയാണ്, അമ്മ എന്തിനാ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞ്? അമ്മ പറയുകയാണ്, വേറെ ആരോടാണ് ഞാൻ ഇതൊക്കെ പറയേണ്ടത്? അദ്ദേഹത്തിൻ്റെ മകനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. രേവതി പറയുകയാണ്, അച്ഛൻ ചെന്ന് ഇനി സച്ചേട്ടനെ വഴക്ക് പറയും. രേവതി പറയുകയാണ്, വീട്ടിൽ ചെന്ന് എന്തൊക്കെ സംഭവിക്കുക എന്ന് കണ്ടറിയണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.